മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തേക്കും. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസിന് പരാതി നൽകാൻ ജിസ്മോളുടെ കുടുംബം തീരുമാനിച്ചു. പരാതി ലഭിച്ചാൽ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം നാളെ നടക്കും. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഷൈനിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് സമാനമായ രീതിയിൽ വളരെ ദുഃഖകരമായി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇന്നലെ ജിസ്മോളുടെ അച്ഛനും സഹോദരനും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവരുടെ ഭർത്താവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടില്ല, അപ്പോൾ അത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരും. രണ്ടാമത്തെ കാര്യം, ഇവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങളുണ്ട്. ജ്ഞാനായ സഭയുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയും കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായാലും സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കരൂരിൽ ആണ് ഉണ്ടാകുക, പള്ളിയിലാണ് ഉണ്ടാകുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതായത് ജിസ്മോളുടെ ഇടവക പള്ളിയിലാണ് ഉണ്ടാകുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പൊതുദർശനവുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ ഇന്നലെ രാത്രി വൈകിയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ മരിച്ച ജിസ്മോളുടെ വീട്ടിൽ ഈ ഭർതൃഗൃഹത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല, അവിടെ പള്ളിയിൽ പൊതുദർശനമാകാം എന്ന നിലപാടാണ് ജിസ്മോളുടെ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ആ നാട്ടുകാരുമായും പരിചയമുള്ള ആളാണ് ജിസ്മോൾ. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ഇന്നോടുകൂടി അല്ലെങ്കിൽ ഒക്കെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം സഭാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി നടക്കേണ്ടത്, ഈ വിവാഹം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച്, ജിസ്മോളെ സംബന്ധിച്ച് പിന്നീട് ഇടവക ഈ ഭർത്താവിൻ്റെ ഇടവകയിലേക്ക് മാറും. പിന്നീട് സ്വാഭാവികമായിട്ട് അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത്. പക്ഷെ സഭാ നേതൃത്വമൊക്കെ ഇടപെട്ട് നടത്തിയൊരു സമന്വയ ചർച്ചയിലാണ് ജിസ്മോളുടെ പഴയ ഇടവക സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഈ സംസ്കാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും അന്തിമമായ വ്യക്തത വൈകാതെ ഉണ്ടാകും. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണ്. അതിൽ ഒരുപക്ഷെ പോലീസിന് പരാതി തന്നെ കൊടുക്കാനാണ് കുടുംബം ആലോചിക്കുന്നത്. നേരിട്ടെത്തി തന്നെ ഒരുപക്ഷെ ഇന്ന് പരാതി കൊടുത്തേക്കും രാവിലെ തന്നെ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. കാരണം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗുരുതരമാണ്. മാത്രമല്ല, ശ്രീജ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗാർഹിക പീഡനം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പിൽ വരുന്ന പല കാര്യങ്ങളുമുണ്ട്. 7 വർഷത്തിനുള്ളിലുള്ള ഇത്തരം മരണങ്ങൾക്ക് ഭർത്താവ് കൂടി ഉത്തരവാദിയാകുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും മൂത്ത സഹോദരി, ഈ ജിമ്മിയുടെ മൂത്ത സഹോദരിക്കെതിരെയൊക്കെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. പോലീസ് സ്വാഭാവികമായിട്ട് കേസെടുക്കാനാണ് സാധ്യത. എന്തായാലും ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ തെളിവ് കൂടി പോലീസിനെ സംബന്ധിച്ച് ശേഖരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വൈകാതെ ഒരു തുടർ നടപടി ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് തന്നെ കേസെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ മൊഴി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇതിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്.